അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു തന്തയില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്തയില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് റീലിടുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ വാസ്തവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പല വീഡിയോസും ഇങ്ങനെ കയറി കണ്ടു നോക്കി. അങ്ങനെ കാണുമ്പോഴെല്ലാം കൈരളി ന്യൂസ് അടക്കം ഇട്ടിരിക്കുന്നത് ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ലേശമെങ്കിലും മര്യാദയുണ്ടെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ ഈ ഉന്നതകുല ജാതൻ ഗോപി സാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരെ മാത്രം ആരാധിക്കുന്ന, ബ്രാഹ്മണരോട് മാത്രം ഭയങ്കരമായിട്ടുള്ള സ്നേഹമുള്ള, ബ്രാഹ്മണരെ മാത്രം അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളത്. അയാളുടെ പല പ്രവൃത്തികളിൽ കൂടി നമുക്കത് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തൃശ്ശൂരുകാർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച മുൻപ് ഒരു കലിംഗ് സമ്മേളനം നമുക്കറിയാം, ഏറെ വിവാദപരമായിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു കലിംഗ് സമ്മേളനം. ആ ഒരു സംവാദ പരിപാടിയിൽ സുരേഷ് ഗോപി ചെയ്തത് വരുന്ന ആളുകളുടെ പണമുണ്ടോ ഇതൊക്കെ നോക്കി, സ്ത്രീകളാണോ നോക്കി ചേർത്ത് പിടിക്കുകയും പുരുഷന്മാരാണെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന പരിപാടിയാണ്. നിറമൊക്കെ നോക്കിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സുരേഷ് ഗോപി അവിടെ ഒരു പ്രസ്താവന